തിരുവോണം എന്നൊരു സങ്കല്പം എങ്ങനെ വന്നു എന്നറിയില്ല. ഒരു പുരാണത്തിലും മഹാബലി കേരളം ഭരിച്ചതായിട്ട് പറയണില്ല. പണ്ട് കേരളം ഇല്ലല്ലോ. യഥാർത്ഥത്തില് ഓണം ഒരു കാർഷികോത്സവമാണ്. കർക്കിടക മാസത്തിലത്തെ കഠിനമായിട്ടുള്ള മഴയും ദുരിതവും ഒക്കെ കഴിഞ്ഞ പൊന്നിൻ ചിങ്കം വന്നു. അപ്പോഴേക്ക് നമുക്ക് കൊയ്ത്ത് പുന്നെല്ല് കിട്ടും. ആ ഉത്സവമാണ് യഥാർത്ഥത്തില് ഓണാഘോഷം. അതിൽ ഇങ്ങനൊരു കഥ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തില് മഹാബലി ഒരു ദാനവ രാജാവായിരുന്നു, ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വലിയ അഹങ്കാരിയായിരുന്നു. തന്നെ ഒരു ധർമ്മിഷ്ഠനായിട്ട് വേറെ ആരുമില്ല എന്നൊരു ബോധം. അതെത്ര നല്ല ആളായാലും അഹങ്കാരം വന്നാൽ അത് മഹാമോശമാണ്. അതാണ് ഭഗവാന്റെ കടമ, അഹങ്കാരികളെ അമർത്തുക. പിന്നെ മഹാബലി യാഗം ചെയ്തത് നർമ്മദാ നദിയുടെ തീരത്താണ്. ഭാഗവതം വായിക്കുന്നവർക്കറിയാം. നർമ്മദാ തീരത്താണ് മഹാബലി യാഗം ചെയ്തത്. അപ്പൊ യാഗം ചെയ്യുമ്പോഴോ ഒന്നും അതൊക്കെ അറിയാലോ അവർക്ക്. വാമനൻ 3 അടി മണ്ണ് ചോദിച്ചു. അപ്പൊ എന്താ മറുപടി? എന്തിനാ 3 അടിയാക്കണം? ഞാൻ ഈ ഭൂമി മുഴുവനും തരാനോ? ഞാൻ ഇതിന്റെ മുഴുവൻ അധിപനല്ലേ? അഹങ്കാരാണ് അതിൽ വന്നത്, വിനയല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് 3 അടിയേ വേണ്ടൂ, 3 അടി മണ്ണ് തന്നാ മതി. അപ്പോ 2 അടി കൊണ്ട് ലോകം മുഴുവൻ നടന്നു കഴിഞ്ഞു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല. മഹാബലിക്ക് മനസ്സിലായി തന്റെ തെറ്റ്. വിനയാന്വിതനായിട്ട് ഭഗവാന്റെ കാക്കില് കുമ്പിട്ട് എന്റെ തലയിൽ വെച്ചോളൂ, 3ാമത്തെ അടി. അഹങ്കാരമൊക്കെ പോയി. അപ്പം വാമനൻ എന്താ ചെയ്തത്? മഹാബലിയെ സുതലത്തിലത്തെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യുക. പാതാളത്തിലേക്ക് താത്തല്ല ചെയ്യുക. നമ്മുടെ ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങളാണ് അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, പാതാളം. അതിൽ സുതലത്തിലെ ചക്രവർത്തിയാക്കിയിട്ട് അവരോധിക്കുക ചെയ്യുക. എന്നിട്ട് ഭഗവാൻ തന്നെ അവിടെ കാവക്കാരനായിട്ട് നിൽക്കും. ആലോചിച്ച് നോക്കൂ. ആ കഥയെ എങ്ങനെ ചവിട്ടി താത്തി പാതാളത്തിലേക്ക് എന്ന് വന്നതിലേക്ക് ഭയങ്കര ആരും ഇത് തിരുത്തിയതുമില്ല. എത്രയോ ആൾക്കാർ എന്നോ മുതൽക്ക് ഭാഗവതം വായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും കാണുന്നുണ്ടാവും. എന്നിട്ടും ആർക്കും ഇത് തിരുത്താൻ തോന്നിയില്ലല്ലോ. അത് വേരൂന്നി നമ്മുടെ സംസ്കാരത്തില്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയല്ലേ നിങ്ങളുടെ ഈശ്വരൻ ചവിട്ടി താത്തിയില്ലേ നല്ലൊരു രാജാവിനെ? അതേ ഉള്ളൂ കേൾക്കാൻ. അപ്പോ ആ ധാരണ നിങ്ങൾ മാറ്റണം. ആർക്ക് വേണമെങ്കിൽ നോക്കാം, ഭാഗവതം നോക്കിയാ നാരായണീയത്തിലൊക്കെ പറയാം. മഹാബലി ദർപ്പശമനം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മഹാബലിയുടെ അഹങ്കാരത്തിനെ ശമിപ്പിക്കുകയാണ് ചെയ്യണത്, അല്ലാണ്ട് മഹാബലിയെ ചവിട്ടിത്താത്തല്ല. മഹാബലിയുടെ അഹങ്കാരം ഇല്ലാണ്ടൊക്കെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ഓണാഘോഷത്തിന് ഇക്കൊല്ലൊന്നും ഉണ്ടാവില്ലായിരിക്കും. മുമ്പേയൊക്കെ ഓണാഘോഷത്തിന് മഹാബലി കുട്ടും ഒക്കെ ആയിട്ട് വരുമല്ലോ. ആരാ അവരുടെ ഒരു കുടവയറിന് പൊണ്ണത്തടിയനാണെന്ന് പറഞ്ഞേ? മഹാബലി. അദ്ദേഹം രാജാവാണ്. രാജാവാണെന്ന് വെച്ചാൽ യോദ്ധാവാണ്. യോദ്ധാവാണെന്ന് വെച്ചാൽ ആരോഗ്യ ദൃഢഗാത്രനാവും. ഇങ്ങനെ പൊണ്ണത്തലിയും കുടവയറൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കണേ തോന്നാറുണ്ട് എനിക്ക്. ഒരു കോമാളി വേഷം, ഓലക്കൊടയും പിടിച്ച്. എന്താ അതിന്റെ ആവശ്യം? ചക്രവർത്തിയായിരുന്നു. ചക്രവർത്തിയൊക്കെ നല്ല യോദ്ധാക്കളാണ് അവരൊക്കെ. അതൊക്കെ മാറ്റി മറിച്ചു. എന്തായാലും എനിക്കപ്പൊ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്റെ കുട്ടികളാണല്ലോ, അപ്പൊ നിങ്ങളോട് പറയാലോ എന്റെ മനസ്സിലുള്ളതൊക്കെ. അതേപോലെ തന്നെയാണ് പുലിക്കളി. എന്റെ കുട്ടിയിലൊക്കെ പുലിക്കളിയുടെ തൃശ്ശൂർ ഭാഗത്താണല്ലോ പുലിക്കളിയുടെ ഉത്ഭവം. അന്നത്തെ പുലികളൊക്കെ എങ്ങനെയാ വെച്ചാ പുലിയുടെ പോലെ ഇങ്ങനെ മെലിഞ്ഞ് നീണ്ട് കുറച്ച ദേഹമായിട്ട് മുഖത്ത് മാത്രം ഒരു മുഖം മൂടി വെക്കും. എന്നിട്ട് മേലെ പുലിയുടെ പോലെ പുലി ഉണ്ടാവും, വരയൻ പുലി ഉണ്ടാവും. അങ്ങനത്തെ ചിത്രപ്പണികളോട് കൂടിയിട്ട് നല്ല കസർത്തും കാണിക്കും. അതും ഇപ്പൊ കുടവയറുള്ള ആൾക്കാരാ, തടിയന്മാര്. ഇപ്പോഴത്തെ പുലികളെ കണ്ട അറക്കി സത്യം പറഞ്ഞ. എങ്ങനെ കാലം മാറി നിശ്ചയില്ല. എനിക്ക് വയസ്സായിട്ടാണ് എനിക്കും തോന്നണം എങ്ങനെയൊക്കെ. എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്കെല്ലാവർക്കും കൂടി സന്തോഷം.